നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഭക്തസാഗരങ്ങളെ സാക്ഷി നിർത്തി തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ദേവതകൾക്ക് ആറാട്ട് നടന്നു. മണിമലയുടെ ഓളപ്പരപ്പുകളിൽ ശ്രീവല്ലഭദേശനും സുദർശനമൂർത്തിക്കും തിരു ആറാട്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊടിയിറക്ക് ചടങ്ങുകൾക്ക് ശേഷമാണ് ചടങ്ങുകൾക്ക് പുറപ്പാട് നടത്തിയത്. സർവാഭരണ വിഭൂഷിതയായ മൂർത്തികൾ ആറാട്ട് ശ്രീബലിയുടെ ആദ്യഘട്ട ക്രിയകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മതിലകം വിട്ടത്. തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. മാലകളാലും അലങ്കാര വസ്തുക്കളാലും ഇരുമൂർത്തികളുടെയും തിടമ്പുകൾ വർണ്ണാഭമായിരുന്നു. രാമച്ചമാലയും പൂക്കുലമാലയും മറ്റ് ഹാരങ്ങളും ഏറെ മികവേകി. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് എതിരേൽപ്പ് തുകലശ്ശേരിയിലേക്ക് പുറപ്പെട്ടത്. ഗോവിന്ദൻകുളങ്ങര ക്ഷേത്ര മതിലകത്ത് പുറപ്പാട് ഘോഷയാത്ര എത്തിയപ്പോഴേക്കും ജനസാഗരം ഒഴുകിയെത്തി. പള്ളിവേട്ടയാൽ പിന്നീട് മുറിയാപ്പാലത്തിലേക്ക് എത്തിയപ്പോൾ തുകലശ്ശേരിക്കരക്കാരുടെ വർണ്ണാഭമായ സ്വീകരണം. പുഷ്പവൃഷ്ടിയോടെയാണ് ദേശദേവകളെ സ്വീകരിച്ച് ആനയിച്ചത്. മുത്തുക്കുടയും താലപ്പൊലിയും വാദ്യമേളങ്ങളും അഴകേകി. 2 മണിക്കൂറെടുത്താണ് ഘോഷയാത്ര തുകലശ്ശേരിയിലെത്തിയത്. ക്ഷേത്ര ഭാരവാഹികളും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ച് ആനയിച്ചു. രാത്രി ആറാട്ടുകടവിൽ നടന്ന ചടങ്ങുകൾക്കും ഭക്തസഹസ്രം സാക്ഷിയായി. പൂജകളുടെ സ്നാനഘട്ടത്തിൽ ഇരു ദേവതകളും മണിമലയാറ്റിൽ ആറാടി. തിരിച്ചെഴുന്നള്ളത്തും ഭക്തിസാന്ദ്രമായിരുന്നു. 100 കണക്കിന് നിറപറയും സ്വീകരണവും സ്വീകരിച്ചാണ് തിരിച്ചെഴുന്നള്ളിയത്. ആറാട്ടുവരവിന് കിഴക്കേ നടയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വർണ്ണാഭമായ വരവേൽപ്പ് നൽകി. തുടർന്ന് നടന്ന സേവയും ദീപക്കാഴ്ചയും നടന്നു. മതിലകത്ത് കടന്ന ആറാട്ടുവരവ് തിരുമുമ്പിൽ വേലയ്ക്കും വലിയ കാണിക്കും ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.